വീണ്ടും വാർത്തകളിലേക്ക്. കാട്ടാന ശല്യം രൂക്ഷമായി ഇടുക്കി ചിന്നക്കനാലിൽ ജനങ്ങളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സൗണ്ട് അലാം സംവിധാനം ഒരുക്കാനൊരുങ്ങി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന. കാട്ടാന ജനവാസ മേഖലയിലെത്തിയാൽ അപ്പോൾ തന്നെ സൈറൻ മുഴക്കി മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് പ്രത്യേക സംവിധാനം. ആക്രമണകാരിയായ അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്ന് പിടിച്ചുമാറ്റിയെങ്കിലും 30ഓളം വരുന്ന കാട്ടാനകൾ ഈ മേഖലയിൽ ഇപ്പോഴുമുണ്ട്. ഇതിൽ ആളുകളുടെ ജീവനെടുക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത ചക്കക്കൊമ്പനും മൊട്ടവാലനും ഉൾപ്പെടും. വേനൽ കടുത്തതോടെ ഒരേ സമയം പലയിടത്ത് കാട്ടാന ഇറങ്ങുന്നതിനാൽ തുരത്താൻ വനംവകുപ്പിന് ഏറെ പ്രയാസപ്പെടേണ്ടി വരുന്നു. ഇതിനൊരു പരിഹാരമായിട്ടാണ് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടസ്റ്റ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പുതിയ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ചിന്നക്കനാൽ, ശാന്തൻപാറ എന്നീ പഞ്ചായത്തുകളിലെ കാട്ടാന ശല്യം രൂക്ഷമായ ജനവാസ മേഖലയിൽ പ്രത്യേക ബ്ലോക്കുകളായി തിരിച്ച ഓരോ സ്ഥലത്തും സൗണ്ട് അലാം സ്ഥാപിക്കുവാനാണ് ആലോചന. കാട്ടാന പ്രദേശത്തെത്തിയാൽ സൈറൻ മുഴങ്ങും. ചിന്നക്കനാലിന്റെ ഭൂപ്രകൃതി വെച്ചുകൊണ്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അത്തരം മേഖലകളെ 2-3 ബ്ലോക്ക് ആക്കിയിട്ട് ആ മേഖലകളിൽ സൗണ്ട് അലാറം പോലുള്ള സംവിധാനം ചെയ്തിട്ട് അതിൽ അഡ്വാൻസ് നമ്മൾ വിവരം ആ ഭാഗത്ത് എവിടെയെങ്കിലും ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അലർട്ട് സംവിധാനം നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ആ മേഖലയിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ ഇതിന്റെ സൗണ്ട് ലഭിക്കുകയും ജനങ്ങൾ ഫസ്റ്റ് അലർട്ടാവും. നിലവിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും മൊബൈൽ സന്ദേശമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് പലപ്പോഴും കൃത്യസമയത്തു കിട്ടുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമാകുന്നതാണ് പുതിയ ആശയം. ഒപ്പം വിനോദസഞ്ചാരികൾക്കും ഇത് ഗുണകരമാകും. ഇപ്പോൾ നിലവിൽ സംഘടന ഒരു ടീമിനെ വെക്കുന്നുണ്ട്. ടൂറിസം സീസൺ ടൈമിലാണ് എത്ര പേര് വന്നു പോകുന്നുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് അതിന് ഒരു ഇപ്പോൾ എൻജോയ് വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മളൊരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജനങ്ങളുടെ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പിനാണ് നമ്മൾ റിപ്പോർട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടസ്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പ്രാഥമിക റിപ്പോർട്ട് വനംവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അംഗീകാരം ലഭിച്ചാൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പഠനം നടത്തി വിശദമായ റിപ്പോർട്ട് നൽകും. ഇതോടെ കാട്ടാന ആക്രമണത്തിന് പരിഹാരമാകുമെന്നാണ് ചിന്നക്കനാലുകാരുടെ പ്രതീക്ഷ. റിപ്പോർട്ടർ, ഇടുക്കി.